ഇലാഹി പ്രേമിയും സൂഫിയുമായിരുന്ന ഉവൈസുൽ ഖർനി റഹ്മത്തുള്ളാഹി അലൈഹി ലോകജീവിതത്തിന്റെ ആഡംബരങ്ങളിൽ നിന്ന് വളരെ അകലെയായിരുന്നു. അള്ളാഹുവിന്റെ സ്മരണ മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതശ്വാസം. മഹാൻ ഒരിക്കൽ പറഞ്ഞു, 3 കാര്യങ്ങൾ ഒരാൾക്ക് ഏറെ പ്രിയമായാൽ ചെരുപ്പിന്റെ വാറിനേക്കാൾ നരകം അവനോട് അടുത്തിരിക്കുന്നു. അവകൾ ഇവയായിരുന്നു: 1 രുചികരമായ ഭക്ഷണം, 2 മുന്തിയ വസ്ത്രങ്ങൾ, 3 ധനികരുമായുള്ള അമിത സമ്പർക്കം. ലോകസുഖങ്ങൾ മനുഷ്യനെ എങ്ങനെ അള്ളാഹുവിൽ നിന്ന് അകറ്റുന്നു എന്ന് മഹാൻ ഇതിലൂടെ പഠിപ്പിക്കുകയായിരുന്നു. പല ദിവസങ്ങളിലും പ്രഭാതത്തിൽ ഉവൈസുൽ ഖർനി റഹ്മത്തുള്ളാഹി അലൈഹി ഏകാന്തനായി മരുഭൂമിയിലേക്ക് പോകുമായിരുന്നു. സൂര്യൻ അസ്തമിച്ച് ഇശാ നമസ്കാരം കഴിഞ്ഞ് അദ്ദേഹം തിരികെ വരാറുള്ളൂ. ആ നിമിഷങ്ങൾ മുഴുവൻ ഇബാദത്തിലും ദുആയിലും അള്ളാഹുവിനോടുള്ള രഹസ്യ സംഭാഷണത്തിലുമായിരുന്നു. ഒരിക്കൽ അലക്ഷ്യമായി നടന്നു പോകുന്ന മഹാനെ കണ്ട ചില കുട്ടികൾ ഭ്രാന്തനെന്ന് വിളിച്ചുകൊണ്ട് അദ്ദേഹത്തെ കല്ലെറിയാൻ തുടങ്ങി. പക്ഷേ അവരോട് കോപത്തോടെ പ്രതികരിക്കുകയല്ല, വാത്സല്യത്തോടെ മഹാൻ അവരോട് പറഞ്ഞു, എൻ്റെ കാൽ വളരെ നേർമ്മയുള്ളതാണ്. ദയവായി ചെറിയ കല്ലുകൾ മാത്രം കൊണ്ടെന്നെ എറിയൂ. വലുതെറിഞ്ഞാൽ നമസ്കാരത്തിന് ബുദ്ധിമുട്ടുണ്ടാകും. എൻ്റെ കാൽ എനിക്ക് വേണ്ട, പക്ഷേ നമസ്കാരം എനിക്ക് അത്യാവശ്യമാണ്. അള്ളാഹുവിനു വേണ്ടി സ്വന്തം ശരീരത്തെക്കാൾ പോലും ഇബാദത്തിനെ വിലമതിച്ച ഒരു മഹാന്റെ ഹൃദയം ഇതിലപ്പുറം എങ്ങനെ വിവരിക്കാനാകും? ഇതാണ് ഉവൈസുൽ ഖർനി. ലോകം മനസ്സിലാക്കാത്ത, പക്ഷേ അള്ളാഹു ഏറ്റവും നന്നായി അറിയുന്ന ഒരു മഹാത്മാവ്.